ഓം നമ ശിവായ. ഓം അമൃതേശ്വരി നമ. ഇന്നലെ അമൃതാനന്ദമയി അമ്മ, നമ്മുടെയൊക്കെ അമ്മ, ഇവിടെ തൃശ്ശൂരിലെത്തി. ദീർഘമായ 6 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മ ഇവിടെ എത്തുന്നത്. എല്ലാവരെയും ആഹ്ലാദത്തിൽ ആക്കിയ ഒരു നിമിഷമായിരുന്നു. ആ നിമിഷത്തിൽ അമ്മയോടൊത്ത് സ്റ്റേജിൽ വരാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ കൂടിയിരിക്കുകയായിരുന്നു. അമ്മയുടെ ദേഹത്ത് തൊടാനും അമ്മയുടെ ആശ്ലേഷത്തിൽ പങ്കുചേരാനും കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നലെ അമ്മ നടത്തിയത് അത്യന്തം പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു. ആ പ്രഭാഷണത്തിലൂടെ അമ്മ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ പ്രകൃതി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യരാശി പോലും ഇല്ലാതാകും എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ അത് വളരെ പണ്ട് തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വൃക്ഷലതാദികളെ, നമ്മുടെ പുഴകളെ, മലകളെ, സഹജീവികളെ എല്ലാവരെയും നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കണം എന്നാണ് അമ്മ ഇന്നലെ നൽകിയ ഏറ്റവും വലിയ സന്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ടാണ് അമ്മ ആ പ്രസ്ഥാനത്തിന് വലിയ ആഹ്വാനം നൽകിയത്. നാളെ ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ അമ്മയുടെ ഈ പ്രഭാഷണത്തിൻ്റെ കരുത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും കാരുണ്യവുമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണാം. ഈ കലാപങ്ങളും മരണങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിൽ നമുക്ക് ഇല്ലാതാകുന്നതും സ്നേഹമാണ്, കാരുണ്യമാണ്. അത് നമുക്ക് നിറയെ നൽകുവാൻ വേണ്ടിയാണ് അമ്മ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അമ്മയോട് ചേർന്നുകൊണ്ട് ആ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും തൃശ്ശൂരിലെ ആയിരക്കണക്കിന് ആളുകൾ അത് അനുഭവിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ അമ്മയെ വീണ്ടും കാണാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഒരു വലിയ വർഷമാണ് ഇന്നലെയും ഇന്നും തൃശ്ശൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം നമ ശിവായ.